കാവ്യാത്മകമായ ഒരു സ്വപ്നഭൂമിയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന യാത്ര. ഈ കായൽ പ്രകൃതിയുടെ നിശബ്ദ സൗന്ദര്യം സമ്മാനിക്കുന്ന സ്ഥാനം. വെള്ളത്തിൻ്റെ മൃദുഗാനം, പച്ചനിറങ്ങളുടെ ശാന്തത, ഓരോ കാഴ്ചയും നമ്മുടെ മനസ്സിൽ ഒരു സ്വപ്നത്തിൻ്റെ തൊട്ടിലേക്ക് കൊണ്ടുപോകുന്നു. കേരളത്തിലെ ഏറ്റവും നല്ല രുചിയുള്ള കരിമീൻ കിട്ടുന്ന കാഞ്ഞിരോട്ട് കായൽ. അഷ്ടമുടിക്കായലിൻ്റെ കരിമീൻ മറ്റുള്ളവയിൽ നിന്ന് രുചിക്ക് വ്യത്യാസമാവാൻ കാരണം ഈ മേഖലയിൽ ചൈന കളിമണ്ണിൻ്റെ വലിയ നിക്ഷേപമുണ്ട്. അറബിക്കടലുമായി നേരിട്ട് ബന്ധമുള്ള അഷ്ടമുടിക്കായലിലെ ഉപ്പുവെള്ളവും ശുദ്ധജലവും ഇടകലർന്നതായതുകൊണ്ടാണ് മീനിന് സ്വാഭാവികമായ രുചി കിട്ടുന്നു. ഇവയ്ക്ക് ഒരു അതിജീവന കഥയും കൂടിയുണ്ട്. പ്രജനന സമയത്ത് കരിമീൻ ജോഡികൾ കണ്ടൽക്കാടുകളുടെ വേരുകൾക്കിടയിലൂടെ ആഴം കുറഞ്ഞ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നു. ഇവിടെ കല്ലുകൾ, മരത്തടികൾ അല്ലെങ്കിൽ കണ്ടൽ വേരുകൾ എന്നിവയിൽ മുട്ടയിടുന്നു. മുട്ടയിടുന്നതിന് മുമ്പ് അവർ ഈ സ്ഥലം വൃത്തിയാക്കുകയും ഉപരിതലം പരുക്കനാക്കുകയും ചെയ്യുന്നു. ചിലപ്പോൾ അവർ ആഴമില്ലാത്ത കുഴികളും ഉണ്ടാക്കാറുണ്ട്. പെൺമീൻ 500 മുതൽ 5000 വരെ മുട്ടകൾ ഉപരിതലത്തിൽ ഒട്ടിക്കുന്നു. തുടർന്ന് ആൺമീൻ അതിന് മുകളിലൂടെ ബീജം നിക്ഷേപിച്ച് ബീജസങ്കലനം നടത്തുന്നു. മുട്ടകൾ വിരിയുന്നത് വരെ ഏകദേശം 4-5 ദിവസം മാതാപിതാക്കൾ രണ്ടും അവയെ സംരക്ഷിക്കുന്നു. മുട്ട വിരിഞ്ഞ ശേഷം കുഞ്ഞുങ്ങളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാനും അവ ശ്രദ്ധിക്കുന്നു. കണ്ടൽക്കാടുകൾ കരിമീനിൻ്റെ പ്രജനനത്തിനും കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്കും അനുയോജ്യമായ ഒരു നഴ്സറി പോലെ പ്രവർത്തിക്കുന്നു. കണ്ടൽക്കാടുകളുടെ ഇടതൂർന്ന വേരുകൾ വലിയ മത്സ്യങ്ങളിൽ നിന്നും മറ്റ് ശത്രുക്കളിൽ നിന്നും ചെറിയ കരിമീൻ കുഞ്ഞുങ്ങൾക്ക് മികച്ച ഒളിത്താവളം നൽകുന്നു. കരിമീൻ സസ്യഭുക്കുകളാണ്. കണ്ടൽക്കാടുകളിൽ സുലഭമായ ജലസസ്യങ്ങൾ, ആൽഗകൾ, കൂത്താടി, ചെമ്മീൻ കുഞ്ഞുങ്ങൾ എന്നിവ ഇവയുടെ പ്രധാന ഭക്ഷണമാണ്. ഒരു ജലത്തിൽ വളരുന്ന കരിമീന് കണ്ടൽക്കാടുകളിലെ താഴ്ന്ന താപനിലയും ശാന്തമായ അന്തരീക്ഷവും പ്രജനനത്തിനാവശ്യമായ ശരിയായ സാഹചര്യം ഒരുക്കുന്നു. കരിമീനിൻ്റെ മുട്ടകളുടെ അതിജീവന നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് കണ്ടൽക്കാടുകളിലെ സുരക്ഷിതമായ അന്തരീക്ഷം അത്യന്താപേക്ഷിതമാണ്. കരിമീനിൻ്റെ ഭക്ഷ്യ-സാമ്പത്തിക മൂല്യങ്ങളും അതിനെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയും കണക്കിലെടുത്ത് കരിമീനിനെ കേരള സംസ്ഥാന മത്സ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2010-11 വർഷം കേരള സംസ്ഥാന സർക്കാർ കരിമീൻ വർഷമായി പ്രഖ്യാപിച്ചു. കാഞ്ഞിരോട്ട് കായൽ നമ്മുടേതായി സംരക്ഷിക്കപ്പെടണമെന്നും പ്രകൃതിയുടെ സമാധാനവും കായൽ സമ്പത്തും നിലനിർത്താൻ പ്രതിബദ്ധമാണ് നമ്മളെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്